സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുക. ഫഹദ് ഫാസിലും വടിവേലും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മാരീഷൻ എന്ന സിനിമയിലെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഷണക്കുറ്റത്തിനകത്തായി ജയിലിൽ നിന്ന് റിലീസാകുന്ന ഫഹദ് ഫാസിൽ വീണ്ടും ഒരു മോഷണത്തിനായിട്ട് പോകുന്നു. മോഷണത്തിനായി കയറുന്ന വീട്ടിലെ വടിവേലുവിൻ്റെ കഥാപാത്രത്തെ കെട്ടിയിട്ടേക്കുകയായിരുന്നു. തൻ്റെ മകൻ അൽഷിമേഴ്സ് ആയതുകൊണ്ട് തന്നെ കെട്ടിയിട്ടേക്കുകയാണെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ 25,000 രൂപ തരാം. ഈ കാശ് കിട്ടുവാനായിട്ട് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം വടിവേലുവിൻ്റെ കഥാപാത്രത്തെ രക്ഷിക്കുന്നു. അവർ നേരെ ATM പോകുന്ന സമയത്ത് ഫഹദ് ഫാസിൽ ഒരു കാര്യം നോട്ട് ചെയ്യുന്നു. വടിവേലുവിൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയുണ്ട്. അൽഷിമേഴ്സ് ബാധിച്ച ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ ഒരു കാശ് സ്വന്തമാക്കണം എന്ന ചിന്ത വരികയും അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് കഥയുടെ സ്റ്റാർട്ടിങ്. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കോമഡിയിൽ പടം ഒതുങ്ങുകയും സെക്കൻഡ് ഹാഫിൽ വളരെ മികച്ച രീതിയിലുള്ള ത്രില്ലറായിട്ട് മാറുകയും ചെയ്യുന്നു സിനിമ. ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് അവർ ട്രെയിലർ ഇറക്കിയിരിക്കുന്നത്. സിനിമ ഒരു വമ്പിച്ച ത്രില്ലറാണ് എന്ന് കാണിക്കുന്ന ഒരു എലമെൻറ്റ് പോലും ട്രെയിലറിൽ അവർ ഇട്ടിട്ടില്ല. മാമനൻ എന്ന സിനിമയിൽ തന്നെ വടിവേലുവിൻ്റെ ഫഹദിൻ്റെയും കെമിസ്ട്രി എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവൈ സർലയുടെ കഥാപാത്രത്തെ കുറച്ചുകൂടെ വേണമെന്നൊരു അഭിപ്രായം തോന്നി. വളരെ ചെറിയ രീതിയിൽ ഒതുങ്ങിപ്പോയി ആ കഥാപാത്രം. യുവൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിരുന്നു. ഓരോ സന്ദർഭത്തിലും അതിനനുയോജ്യമായിട്ടുള്ള മ്യൂസിക് കൊടുക്കുവാനായിട്ട് മ്യൂസിക് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ സ്പോയിലറായി പോവും. എന്തുകൊണ്ടും ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമ തന്നെയാണിത്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.